എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റവും പിന്തുണ ലഭിച്ചത് പിണറായി വിജയനാണ്. സംസ്ഥാനത്തെ വോട്ടർമാരിൽ 33% പേരാണ് പിണറായി വിജയനെ പിന്തുണച്ചത്. UDFന്റെ മുഖ്യമന്ത്രിയായി ജനങ്ങൾ പിന്തുണച്ച് VD സതീശനെയാണ്. 21% വോട്ടർമാരാണ് സതീശനെ പിന്തുണച്ചത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന പൊതുസൂചന 71 മുതൽ 94 സീറ്റ് വരെ UDFന് ലഭിക്കുമെന്നാണ്. LDFന് 44 മുതൽ 68 സീറ്റ് വരെ ലഭിക്കാം. BJP അക്കൗണ്ട് തുറക്കില്ലെന്ന സൂചനകളാണ് ചിലതെങ്കിൽ 7 സീറ്റ് വരെ കിട്ടിയേക്കാമെന്ന പ്രവചനങ്ങളും ഉണ്ട്. എക്സിറ്റ് പോളുകൾ ശരിയായി വന്നാൽ ഹാട്രിക് വിജയം സ്വപ്നം കണ്ട പിണറായി വിജയനും ഇടതുപക്ഷ പ്രവർത്തകർക്കും ഇത് കനത്ത തിരിച്ചടിയാകും. സർവേ ഫലത്തിൽ LDF പിന്നിലാണെങ്കിലും ജനപ്രീതിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് മുന്നിൽ. സർവേയിൽ പങ്കെടുത്തവരിൽ 33% പേരും പിണറായി വിജയനെയാണ് ജനപ്രിയനായി തെരഞ്ഞെടുത്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ 21% പേർ പിന്തുണയ്ക്കുന്നു. ഈ വ്യത്യാസം സൂചിപ്പിക്കുന്നത് ജനങ്ങൾക്ക് സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തിയുണ്ടെന്നാണ്. സർവേ പ്രകാരം ജനങ്ങൾക്ക് പാർട്ടിയോടുള്ള വിശ്വസ്തത 32% ആണ്. ഇന്നും കേരളത്തിലെ ജനങ്ങളുടെ വലിയൊരു വിഭാഗം അവരുടെ പ്രത്യയശാസ്ത്രത്തോടും പാർട്ടിയോടും പൂർണ്ണമായും വിശ്വസ്തരായി തുടരുന്നു. സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 1/4 കൂടുതൽ പേർ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുവെന്നാണ് സർവേ പറയുന്നത്. UDFനെ അധികാരത്തിൽ എത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന സ്വിംഗ് ഫാക്ടർ ഇതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എക്സിറ്റ് പോളുകൾ ഭരണ തുടർച്ചയാണ് പ്രവചിച്ചത്. LDFന് 99 സീറ്റ് ലഭിക്കാനുള്ള സാധ്യത ഏജൻസികൾ കണ്ടിരുന്നില്ല. ആര് ഭരിക്കുമെന്ന വ്യക്തമായ സൂചന കേരളത്തിലെ എക്സിറ്റ് പോളുകൾ പലപ്പോഴും നൽകാറുണ്ട്. സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ യഥാർത്ഥ ഫലവുമായി പലപ്പോഴും പൊരുത്തക്കേടുകൾ ഉണ്ടാകാറുണ്ട്. മുന്നണികൾ തമ്മിൽ ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന കേരളത്തിലെ ഏതാനും സീറ്റുകളിലെ അടിയൊഴുക്കുകൾ തിരഞ്ഞെടുപ്പ് ഫലത്തെ തന്നെ ബാധിക്കാനിടയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. എക്സിറ്റ് പോൾ വിധിയും ജനവിധിയും ഒന്ന് തന്നെയാണോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം 3 ദിവസം കൂടി.